നമസ്കാരം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് നമ്മളെ പഠിപ്പിച്ച നമ്മളുടെ രാഷ്ട്രപിതാവ്. സത്യവും അഹിംസയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് നമുക്ക് പറഞ്ഞു തന്ന നമ്മളുടെ മഹാത്മജി. ഒക്ടോബർ 2 നമ്മുടെ മഹാത്മജിയുടെ ജന്മദിനം. സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലെറ്റ്സ് വെൽക്കം ഷാനിക ആൻഡ് ഹരിചേട്ടൻ. ദീപ്തമീ പ്രകാശഗോപുരം ഉദിക്കുന്നു വാണി, നിറം ചാർത്തുമോരായിണമാ. ഷാനിക്ക് ഒരു സ്റ്റെപ്പ് വേണമെന്ന് ഹിറ്റായി. എന്ത് ഞാൻ ഇതാണ് ഒന്നും ചെയ്യാത്ത. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? റെഡി, ഡബിൾ റെഡി. ഷാനിക, ഹരിച്ചേട്ടാ, ഇന്നത്തെ ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പ്രത്യേകതകൾ എല്ലാ ദിവസങ്ങളും ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. പ്രത്യേക പാർവതി, എന്താണ് ഇന്നത്തെ പ്രത്യേകത? ഇന്നത്തെ ദിവസം ഏതാ ഷാനിക? ഇന്ന് എത്രാം തീയതിയാ? ഇന്ന് ഒക്ടോബർ 2. ഒക്ടോബർ 2 എന്താ ഷാനിക? എന്താ ഹരിച്ചേട്ടാ? ഗാന്ധി ജയന്തി. ബേസിക്. യെസ്, അപ്പൊ നമ്മുടെ ഗാന്ധി ജയന്തിയാണ് ഇന്ന്. അപ്പൊ ഒരു വിഷ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു, ഇനി ഷാനിക ഹരിച്ചേട്ടനും കൂടെ ഒരു വിഷ് പറഞ്ഞേക്ക്. നീ പറഞ്ഞോടാ. സൂപ്പർ സ്റ്റാറിന്റെ ഈ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഗാന്ധി ജയന്തി ആശംസകൾ. പക്ഷേ പാർവതി, ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കുറെ കാർഡ്ബോർഡ് ബോക്സസ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. ഞാൻ ഓർക്കുന്നു ഷാനിക എന്താ അതിനെ കുറിച്ച് ചോദിക്കാൻ. അത് ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ അത് കണ്ടു. എന്താണത് സംഭവം? അതിനെ കുറിച്ച് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ പറയാം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഉണ്ടല്ലോ. ആരും കൂടെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ അത് ഒഫീഷ്യലി പറയാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആ എനർജിയിൽ അങ്ങനെ തുടങ്ങിയാലോ? തുടങ്ങാം. യെസ്, അപ്പൊ വെൽക്കം. ഷാനിക, എന്തോ? ഹരിച്ചേട്ടാ, എന്തോ? ഹരിച്ചേട്ടന്റെ കണ്ണ് മൊത്തം ആ സീറ്റിലേക്കാ. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ഇരിക്കുന്നു. ആരാ ഇന്ന് വരുന്നേന്നുള്ളൊരു ഇതല്ലേ? നീ സൂക്ഷിച്ചോ, 2 പേരെ അടിച്ചങ്ങട് താഴെ ഇടും. ഗുസ്തിയുടെ ആരെങ്കിലും ആണോ വരണേ? അങ്ങനെയല്ല, ഒരു എനർജി പാക്കറ്റിനെയാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. ഫുൾ എനർജി ആയിട്ടുള്ള ഒരാളെ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പൊ എന്റെ ആങ്കറിംഗ് കരിയറിൽ തന്നെ ഞാനൊക്കെ ഭയങ്കര റോൾ മോഡൽ ആയിട്ട് കാണുന്ന ഒരാളാണ്. എനിക്കിപ്പോ എടുത്തു പറയാനാണെങ്കിൽ ഇനി ഞാൻ ആദ്യം അത് പറയും. അസാധ്യ സിംഗറാണ്. അഭിനയിക്കും. സകലകലാ വല്ലഭ്യാണ്. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും പറയല്ലോ മൾട്ടി ടാലന്റഡ് എന്നുള്ളൊരു കാറ്റഗറി. അതില് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരാളാണ്. അത് മാത്രല്ല, വായിന്ന് വരുന്ന കൗണ്ടറൊക്കെ ഉണ്ടല്ലോ. പിന്നെ അത് മാത്രല്ല, നമുക്കിപ്പോ ഫാസ്റ്റ് ട്രാക്ക് റൗണ്ട് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന് പറ്റിയ ഒരാളും കൂടെയാണ്. എന്നുവെച്ചാൽ എനിക്കൊന്ന് ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു ക്വീൻ ആണ് ആള്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. കിട്ടി. ഒരു ക്ലൂ കൂടെ തരട്ടെ. ഫാസ്റ്റ് ട്രാക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു മാസത്തിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. മാസത്തിന്റെ പേരോ? ചിങ്ങം. മാസം. മനസ്സിലായി മോളെ? മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. അപ്പൊ ഞാൻ വിളിക്കട്ടെ നമ്മുടെ സ്വന്തം റിമി ചേച്ചി. ലെറ്റ്സ് വെൽക്കം റിമി ടോമി. ഹലോ, നമസ്കാരം. നമസ്കാരം. പല ഇൻട്രോയും കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നീണ്ട കൂടെ ഞാൻ അങ്ങനെ ആസ്വദിച്ച് നിൽക്കായിരുന്നു. ഈ കൊച്ചിന് ഞാൻ എന്ത് കൊടുത്താലും മതിയാവില്ല. ചക്കരക്കുട്ടി എന്തായാലും ഇച്ചിരി കൂടി പോയി. പക്ഷെ ചേച്ചിക്ക് അതങ്ങ് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത്രയൊന്നും ഇല്ല കേട്ടോ. പണ്ടൊക്കെ ഒരു പുലിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ല. ഒരു പല്ല് കൊഴിഞ്ഞ സിംഹം. എല്ലാ പല്ലും ഉണ്ട്, പക്ഷെ എല്ലാം വെപ്പാണ്.
നിങ്ങൾ സത്യം വിശ്വസിക്കരുത്, എല്ലാം ഒറിജിനൽ പല്ലാണ് കേട്ടോ. അങ്ങ് അറ്റത്തെ ഒരു 2 ഇല്ല, ഈ മുകളിലത്തെ 2 ടോട്ടൽ 4 പല്ലില്ല. കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോ. ഡെന്റിസ്റ്റ് അല്ല, ചിലവർക്ക് ഈ പല്ല് നീ വരാൻ ഡെന്റിസ്റ്റ് ആണോ? അറിയില്ലേ? നീ വായി നോക്കിയാന്നറിയാം, പക്ഷെ ഡെന്റിസ്റ്റ് ആണെന്ന് കേട്ടില്ല. ഡോക്ടർ എന്നാ അതിൽ ഞാനൊരു ബിരുദം നേടിയവനാ. ഡോക്ടർ KS ഹരിശങ്കറാണിത്. അതെ അതെ. ആണോ? ഡെന്റിസ്റ്റാ. എനിക്ക് ഇവരുടെ മുന്നിൽ നിൽക്കാനാണ് പേടി. കുട്ടിക്ക് ഇവരെ ശരിക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു. ആണല്ലേ? എനിക്ക് ഇവരെ ശരിക്കും അറിയാം. എനിക്ക് ഇവരുടെ മുന്നിൽ നിൽക്കാനാണ് പേടി. ഇരിക്കുന്നുണ്ടാ, ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? റിമി ശരിക്കും ഞെട്ടാൻ പോവാണ്. ആണ്. അതെ, yes. ഇവിടുത്തെ പിള്ളേർ ഒരു അല്ല, ഇവര് രക്ഷയില്ലാത്ത പിള്ളേർ. വന്ന പാടെ ഇവരതാ പറയണേ, എന്നെ ഞെട്ടിക്കും, എന്നെ ഞെട്ടിക്കും, ഞെട്ടി 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 ഞാൻ ഒരു വഴിയാവും. അതാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞെട്ടും എന്ന് ഞാൻ ഇനി ഞങ്ങളുടെ ഇവിടെ അങ്ങോട്ട് ഫുൾ എനർജി ആയിരിക്കും. നമ്മൾ പൊളിക്കും. അതെ. പിന്നെ ചേച്ചി വരുമ്പോ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും, കാരണം ഞാനൊക്കെ ഈ ചേച്ചിയുടെ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുക, അതിൽ പിടിച്ചു നിൽക്കട്ടെ കൊച്ചു. തുടങ്ങി മോളെ. യൂട്യൂബ് ചാനലില് കവർ സോങ്സിന്റെ ബഹളാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇല്ല, അതിനുള്ള ഒരു പ്രചോദനം തന്ന ആരാണ്? നീ ആയിരുന്നാ? പിന്നെ കൊള്ളാം, ഞാൻ പോവാണ്. ഓർമ്മയില്ലേ? ആ ശരിയാ 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 ശരിയാ. എല്ലാം മറന്നല്ലേ? സത്യം. കാരണം മറ്റേ ഒരു 2 പാട്ടുകളുണ്ടല്ലോ, ജിയാ ജലയും മിഴിയറിയാതെയൊക്കെ ഭയങ്കര മില്യൺ വ്യൂസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര പ്രചോദനം കിട്ടി കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയാടാ, ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്ക് കണ്ട് ഇൻസ്പിറേഷൻ കിട്ടി. സത്യം സത്യം സത്യം. ഇൻസ്പിറേഷൻ അല്ല, ഞാൻ ആക്ച്വലി ഇങ്ങനെ പറഞ്ഞു റമിയെടുത്ത്, റമിക്കും കൂടി ചെയ്യാൻ നല്ല രസമായിരിക്കും. അങ്ങനെ ഞാനൊരു പുഷ് കൊടുത്തായിരുന്നു. അങ്ങനെ കുറെ നല്ല കവേഴ്സ് റിമി പാരലലി ഷോസിന്റെ കൂടെ ചെയ്തിരുന്നു. പണ്ട് ചേച്ചിന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന, പിന്നെ അല്ല, അത് ഞാൻ മനഃപൂർവ്വം കട്ട് ചെയ്തു. അല്ല കുഴപ്പമില്ല. വെറുതെ പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയപ്പോൾ ഞങ്ങൾ Yes. ചേച്ചി അനിയൻ അതൊക്കെ buddies ആയി. ഓക്കെ, എനിക്ക് ചേച്ചിയുടെ കവർ സോങ്സിൽ ഭയങ്കര ഇഷ്ടമാണ് നാടോടി പൂത്തിങ്കൾ. ഇഷ്ടമാണ്. ആ യെസ്. ഞാൻ നിനക്ക് വേണ്ടി അത് പാടിത്തരും. ഞാൻ തരുന്നുണ്ട്. പാരിജാതം പൂത്തിറങ്ങും പാതിരാത്തീരത്തിൻ മുന്നിൽ വെള്ളിയാമ്പൽ തിരികൊളുത്തും തിങ്കളായി നിൽപ്പൂ നീ മാത്രം. ആദ്യമായൻ കവിളിലേതോ കൂവളപ്പൂക്കൾ കണ്ടു, നീരാഗതാരം നോക്കി നിൽക്കെ സ്നേഹമായി തൊട്ടു നിൻ കൈകൾ. നീ മൂളും പാട്ടിൽ മുങ്ങി, നീ നീട്ടും മുത്തം വാങ്ങി, ആരും കാണാതുള്ളിനുള്ളിൽ താളം തുള്ളും നീറൻ സ്വപ്നങ്ങൾ എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ, മാറോളം മുങ്ങി നിവർന്നോട്ടെ. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി, നവരാത്രി പുള്ളോർ കുടമുള്ളിൽ മീട്ടി, കണിക്കൊന്ന പൂമണിക്കമലണിഞ്ഞും പുളിയിലക്കര കസവും കൊണ്ടൊടുത്തും പുഴയിന്നൊരു നാടൻ പെണ്ണായോ. കണിക്കൊന്ന പൂമണിക്കമലണിഞ്ഞും പുളിയിലക്കര കസവും കൊണ്ടൊടുത്തും പുഴയിന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടി ചില്ലല തോൽക്കും ഇളനീരിൻ തീരാമധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ, മാറോളം മുങ്ങി നിവർന്നോട്ടെ. സൂപ്പർ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു. ശരിക്ക് ഇത് നമ്മുടെ ഇഷ്ടപ്പെട്ട ആളെ, അല്ലെങ്കിൽ ഒരു ബോയ്, അല്ലെങ്കിൽ ഒരു അടുത്ത് നിൽക്കുന്ന ഒരു പുരുഷനെ വിചാരിച്ച് പാടില്ല. ഒരുപാട് ഇത് ഗേളായി പോവുകയും ചെയ്തു. നമ്മളിത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. സോറി, പക്ഷെ ഞങ്ങളങ്ങ് ചെയ്തു. ഇതൊരു പുരുഷനാന്ന് ഞങ്ങൾ വിചാരിച്ചു. അതെ, ഞങ്ങളും അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഒരു കുഴപ്പമില്ല എനിക്ക്. അതെ, ഇടയ്ക്ക് തീഗോളങ്ങളൊക്കെ വന്നപ്പോഴേ ഞാനോർക്കുള്ള അതിർത്തിയിലായിരിക്കും, യുദ്ധം നടക്കുമെന്നൊക്കെ നമ്മള്. എനിക്ക് പ്രത്യേകം പറയാം, നടന്നു പോകുമ്പോ ചേച്ചി കറക്റ്റ് സെന്റർ പിടിച്ച് വെക്കും. അതെ അതെ, സെന്റർ പിടിച്ചിട്ട് വന്നോ അല്ലെങ്കിൽ കരിഞ്ഞു ഷവായി ആവും. ഓക്കെ ചേച്ചി, അപ്പൊ എന്നാ ഞാൻ അങ്ങോട്ട് വെൽക്കം. വെൽക്കം റിമി ചേച്ചി, സൂപ്പർ സ്റ്റാർ. ഞാനോർത്ത് ഇനി ഇവിടെ വന്നിട്ട് ഇനി എങ്ങനെ അങ്ങോട്ട് നിന്റെ അറ്റം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ 3 ജഡ്ജസും സീറ്റിൽ എത്തിക്കഴിഞ്ഞു. റിമി ചേച്ചി,
ചേച്ചി വന്നതിന് മുന്നേ ഷാനിക്ക ഹരിച്ചേട്ടൻ ചോദിച്ചു ഇത് എന്താണ് നമ്മളിവിടെ ഈ പെട്ടിയിൽ വെച്ചിട്ടുള്ളതെന്ന്. അപ്പൊ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് നമ്മളുടെ കുട്ടികളുടെ അവര് കൂട്ടായ്മയില് അവർ ഒന്നിച്ചു നിന്ന് ചെയ്തൊരു വലിയ കാര്യമാണ് ഷാനിക്ക. അതിന് വലിയൊരു അപ്രീസിയേഷൻ ആദ്യം നമുക്ക് കൊടുക്കാം. കാര്യം അറിയണതിന് മുന്നേ തന്നെ നമ്മളൊരു അപ്രീസിയേഷൻ കൊടുക്കാം. നമ്മുടെ എന്തെങ്കിലും നല്ല കാര്യമായിരിക്കും. അതെ അതെ. അപ്പൊ ഇത് എന്താന്നുള്ളത് ഞാൻ ഒന്ന് വീഡിയോ കോളിൽ നമുക്കൊരു വീഡിയോ കാണാം ആദ്യം. മലനിരകളുടെ മടിത്തട്ടിൽ ഹരിതാഭിയുടെ സുന്ദര കാഴ്ചകൾ നിറയുന്ന മനോഹര ഗ്രാമം വെള്ളാർമല. മറ്റാരും അസൂയയോട് മാത്രം നോക്കിക്കണ്ടിരുന്ന ആ ഗ്രാമത്തിൻ്റെ സമ്പത്തായിരുന്നു വെള്ളാരം കല്ലുകൾ കിന്നാരം പറയുന്ന പൊന്നൻപുഴയുടെ തീരത്ത് തല ഉയർത്തി നിന്നിരുന്ന സരസ്വതി ക്ഷേത്രം. GVHSS വെള്ളാർമല. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ. അറിവിൻ്റെ ലോകത്ത് 1000 പ്രതീക്ഷകളും സ്വപ്നങ്ങളും പേറി പ്രകൃതിയോടും പുഴയോടും കഥ പറഞ്ഞ് ആർത്തുല്ലസിച്ചിരുന്നു ആ വിദ്യാലയത്തിലെ കുരുന്നുകളും കൂടെ ആ നാടും. ഭൂപ്രകൃതി അനുഗ്രഹം ചൊരിഞ്ഞ ആ നാടിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ഒരു പാതിരാവിൽ ആ പ്രകൃതി തന്നെ കവർന്നെടുത്തു. ഒപ്പം ആ വിദ്യാലയത്തെയും. കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്ന് പറയുന്നത് പോലെ പ്രകൃതി വീണ്ടും ശാന്തമായി പുഞ്ചിരി പൂണ്ടു. ഹൃദയം നുറുങ്ങും വേദനയോടെ, മുറിവുണങ്ങാത്ത മനസ്സുമായി, പക്ഷേ 1000 പ്രതീക്ഷകളോടെ ആ കുരുന്നുകൾ വീണ്ടും വിദ്യാലയത്തിലെത്തി. ആ കുരുന്നുകളുടെ സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരുവാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായി കൈകോർക്കുന്ന വേളയിൽ തങ്ങളുടെ ചെറു സമ്പാദ്യങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പഠനോപകരണങ്ങളുമായി സൂപ്പർ സ്റ്റാറിൻ്റെ പ്രതിഭകളും അവർക്കൊപ്പം എത്തുകയാണ്. സാന്ത്വനമായി, ആശ്വാസമായി, കൈത്താങ്ങായി. ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസം നമ്മുടെ കുട്ടികൾ വലിയൊരു മാതൃകയായിരിക്കുകയാണ്. അവരെല്ലാരും കൂടെ ചേർന്ന് അവരുടെ ഓൺ പോക്കറ്റ് മണിയൊക്കെ വെച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കുട്ടികൾ വാങ്ങിയിട്ടുള്ളത്. മിടുക്കര് സൂപ്പർ. വെറുതെ ഇല്ല നിങ്ങളെ സൂപ്പർ സ്റ്റാർസ് എന്ന് വിളിക്കുന്നത് കേട്ടാ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആവുന്നത് കേട്ടാ. അവരുടെ കുടുക്കയില്ലേ അതൊക്കെ പൊട്ടിച്ച് ശ്രീഹരി അവന്റെ സൈക്കിളൊക്കെ വിറ്റിട്ടാണ്. സൈക്കിള് വിറ്റ മോന്. അയ്യോടാ. അവൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ച സൈക്കിളായിരുന്നു. പക്ഷെ ഇതിനു വേണ്ടി അവൻ ആ സൈക്കിള് കൊടുത്തിട്ട് ആ പൈസ വെച്ചിട്ടൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ഈ ബുക്സും കാര്യങ്ങളെല്ലാം അവിടുത്തെ നമ്മുടെ GVHSS സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഒത്തിരി അനുഗ്രഹം കിട്ടും കേട്ടോ. അതിന് നിങ്ങളെപ്പോലുള്ള കുഞ്ഞു മക്കളത് അവരെല്ലാരും തിരിച്ചവരുടെ സ്കൂളിലൊക്കെ ഇത് പഠിച്ചു തുടങ്ങി അവരെന്തോരം വിഷമിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമ്മളെല്ലാരും ഒന്നിച്ചു നിന്ന് അവര് അല്ലേ നമ്മളെ ഈ ഒരു അവസരത്തില് നമ്മളെ കഴിയുന്ന എല്ലാ ഹെൽപ്പൊക്കെ ചെയ്താലും നമുക്കൊക്കെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഇപ്പൊ സന്തോഷം എന്ന് വെച്ചാൽ അവരെല്ലാം തിരിച്ചു കയറുന്ന ഒരു സമയത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ശരിക്കും മനസ്സ് ഇങ്ങനെ നിറയാണ്. ഗോഡ് ബ്ലെസ് യു കേട്ടോ, ഓൾ ഓഫ് യു. ചെറിയ കാര്യമല്ല നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇതിനു വേണ്ടി ഇങ്ങനെ അവൻ സൈക്കിളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം. ശ്രീഹരി, നീ സ്വയം അങ്ങനെ തീരുമാനം എടുത്തതാണോ സൈക്കിൾ കൊടുത്തിട്ട് ചെയ്യാൻ? സൈക്കിൾ അത്ര ഇഷ്ടമാണോ? ഇഷ്ടാണോ ചോദിച്ചാ സൈക്കിൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ഇല്ല. ഞാനൊരു സൈക്കിൾ മേടിച്ചു തരാം കേട്ടോ. നിനക്ക് എന്റെ വക ഒരു സൈക്കിൾ. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇത് ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പൊ നമുക്കിവിടെ വയനാട് നിന്നൊരു പ്രതിനിധി നമ്മുടെ മെബൂട്ടനാണ്.
അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് മെബുവിന്റെ പേരൻസിന്റെ അടുത്ത് നമുക്കിത് കൊടുത്തിട്ട് നമുക്കത് ഹാൻഡ് ഓവർ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ. എനിക്ക് തോന്നുന്നു മെബു ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? മെബുന്റെ അച്ഛനെ കൂടെ നമുക്കൊന്ന് ഫ്ലോറിലേക്ക് വിളിക്കാം. ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്? ഇപ്പോഴും എല്ലാവർക്കും ആ ഒരു പേടി ഉണ്ടോ? ഇനിയും വരും എന്നുള്ളൊരു പേടി ഉണ്ടോ അവിടെ ഉള്ള ആളുകൾക്കൊക്കെ? ഞാനിവിടെയുള്ള സമയത്തായിരുന്നു ഈ ദുരന്തം നടക്കുന്നത്. ഒത്തിരി സങ്കടം തോന്നി. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്നൊരു ഏകദേശം ഒരു 35 കിലോമീറ്റർ അടുത്താണ്. ഭയങ്കര ആഴമേറിയ ഒരു മുറിവാണത്. അത് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കാനാവില്ല. നിങ്ങൾ കണ്ടില്ലേ, വിഷ്വലിൽ കണ്ടല്ലോ. പിള്ളേർ സമ്മാനിച്ച ഈ സ്നേഹോപകാരം അവരുടെ കൈകളിൽ എത്തിക്കുക, അതിനൊരു നിമിത്തം തന്ന ജഗദീശ്വരനോട് നന്ദി പറയുകയാണ്. അമൃത ചാനലിൻ്റെ ഈ സൂപ്പർ സ്റ്റാർ ഫാമിലിയിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷം. കുട്ടികൾ തിരിച്ചാ സ്കൂളിലെത്തി അവരുടെ ആ ചിരിച്ച മുഖം കണ്ടപ്പോ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഷാനിക്ക, നമുക്ക് അപ്പൊ അതിങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യാം അല്ലേ? നമ്മളെ എല്ലാവരും റെപ്രസെന്റ് ചെയ്തിട്ട് ചേട്ടൻ തന്നെ അവിടെ ചെന്ന് ഇത് കൊടുക്കണം, ഇതൊക്കെ അവർക്ക് കൊടുക്കണം കുട്ടികൾക്ക്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മെബു. താങ്ക് യു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര പീസ്ഫുൾ ആൻഡ് ഹാപ്പി ഒക്കെ ആയിട്ട് നമ്മൾ തുടങ്ങി. അതെ അതെ. അപ്പൊ ഇനി നമ്മുടെ എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. തുടങ്ങണം ചേച്ചി, തുടങ്ങാം. എപ്പിസോഡ് തുടങ്ങണം. എനിക്ക് പാട്ട് കേൾക്കാൻ കൊതിയാവുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ 2 റൗണ്ട്സ് ആണ് പറഞ്ഞത്, സോൾഫുൾ മെലഡി ആൻഡ് ഫാസ്റ്റ് ട്രാക്ക്. പിന്നെ ബ്ലിസ്ഫുൾ അതില്ല. അത് കൊള്ളാം. അപ്പൊ ആ റൗണ്ട്സിൽ എങ്ങനത്തെ തരം പാട്ടുകളായിരിക്കും ചേച്ചി വരിക? അതൊരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അതെ ഒരു ഗ്രിഗോറിയസ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ പ്ലീസ് നോട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ വൾണറബിൾ വേണ്ട. ഒരിക്കലും ഇല്ല ചേച്ചി, ഗ്രിഗോറിയൻ ആയിരിക്കണം, പക്ഷെ വൾണറബിൾ ആവരുത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് സോൾഫുൾ മെലഡി റൗണ്ടിലാണ്. സോൾഫുൾ മെലഡി റൗണ്ടിൽ പാടാൻ എത്തുന്നു നമ്മുടെ സ്വന്തം ബദ്രി. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പടിവാതിൽ ചാരുമൊരു മനസ്സിൻ നടവഴിയിൽ രാത്രി നേരമൊരു യാത്ര പോയ നിഴലവിടെ വിളി കേൾക്കാൻ. അമ്മേ സ്വയമേരിയാനൊരു മന്ത്രദീക്ഷ തരുമോ? അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. നറുപാൽ തുളുമ്പുമൊരു മൊഴി തൻ
ചേരു ചിമിഴിൽ പാതി പാടുമൊരു പാട്ടുപോലെ അതിലലിയാൻ കൊതിയല്ലേ അമ്മേ ഇനിയുണരാനൊരു സ്നേഹഗാഥ തരുമോ അമ്മ മഴക്കാറിനു കണ്ണീറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ അമ്മ മഴക്കാറിനു കണ്ണീറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു സൂപ്പർ സൂപ്പർ. ഞാൻ അവിടെ നിന്ന് അമ്മയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നീ പോയി അമ്മയെ വിളിച്ചു കൊണ്ടുവന്നതാ. അമ്മയെ കരയിച്ചു അവൻ. അമ്മയുടെ കണ്ണ് നിറഞ്ഞത് ആ പാട്ട് അത്രയും ഭയങ്കരമായിട്ട് മനസ്സിൽ കയറിയിട്ടായിരിക്കും. എന്ത് തോന്നി പാട്ട് കേട്ടിട്ട്? പാട്ടിന്റെ ഫീൽ ഉൾക്കൊണ്ട് തന്നെ അവൻ പാടി. അപ്പൊ അതിൽ അമ്മയെന്ന് വിളിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെന്നു ആ വിളി കേൾക്കുമ്പോള്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ജഡ്ജ്മെന്റ് ചോദിക്കാം. ഓക്കെ, അമ്മ അവിടെ ഇരുന്നോ സീറ്റിൽ. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബദ്രിയുടെ പെർഫോമൻസ്? ബദ്രി നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എസ്പെഷ്യലി നല്ല സോങ് സെലക്ഷൻ. ഇത് നമ്മുടെ മലയാളത്തിലുള്ള ഒരു എവർഗ്രീൻ സോങ് ആയി മാറിയ ഒരു പാട്ടാണ്. പിന്നെ പറയുന്ന എനിക്ക് തോന്നിയത് ഇത് ഒറിജിനൽ സ്കെയിലാണ് പാടി അല്ലേ? അതെ. അപ്പം അത് ദാസ് സാറിൻ്റെ സ്കെയിലാണ് ഇപ്പം അത് ആക്ച്വലി ഒറിജിനൽ ചെയ്തിരിക്കുന്നത്. മോന് താഴോട്ട് ഈ ലോ രജിസ്റ്റർ പോകുന്ന സമയത്ത് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഹാഫ് സ്കെയിലോ ഒരു 1 സ്കെയിലോ കൂട്ടിയിരുന്നെങ്കിലും യു കുഡ് സിങ് ഷുവർലി. കാരണം സുഖമായിട്ട് മേളിൽ പിച്ചൊക്കെ പോകുന്ന ആളാണ്. അപ്പം എനിക്ക് തോന്നിയത് ആ ഒരു അമ്മേ സ്വയമേറിയാനൊരു മന്ത്രദീക്ഷ അതൊരൊറ്റ ഇതാണ് അല്ലേ? പക്ഷെ അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തു മോൻ. അവിടെ ദാസ് സാർ ബ്രേക്ക് ചെയ്തിരിക്കുന്ന അതൊറ്റൊരു ലൈൻ വന്നിട്ട് തരുമോ. ഹരിച്ചേട്ടൻ എന്ത് രസമായിട്ടാ പാടുന്നേ. ഒരു 2 പേര് പ്ലീസ് പ്ലീസ്. അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ്. അതെ, എന്റെ അമ്മയ്ക്ക്. പാർവണങ്ങൾ പടിവാതിൽ ചാരുമൊരു മനസ്സിൻ നടവഴിയിൽ രാത്രി നേരമൊരു യാത്ര പോയ നിഴലെവിടെ വിളി കേൾക്കാൻ അമ്മേ സ്വയമേറിയാനൊരു മന്ത്രദീക്ഷ തരുമോ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ, സൂപ്പർ. ബദ്രി പാടിയത് എന്താന്ന് ഓർമ്മ പോലും ഇല്ല. അതൊരു സൂപ്പറായിട്ട് പാടി. പക്ഷെ കേട്ടോ, നല്ലൊരു മൊമെന്റ് ഉണ്ടാക്കി. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക? ബദ്രി അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എവർഗ്രീൻ സോങ്. ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. ഒടുക്കത്തെ ഫീലായിരുന്നു ബദ്രി പാട്ടിന് കൊടുത്തത്. ഞാനും ആ ഒരു അനുപല്ലവിയുടെ ആ ലാസ്റ്റ് ലൈൻ അത് മാത്രമേ ഞാൻ അടിവര ഇട്ടുള്ളൂ. 1-2 സ്ഥലത്ത് മാത്രം ചെറിയ ചെറിയ പിച്ച് ഔട്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് അതർവൈസ് ആ ഒരു സോങ്ങിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്തിട്ടാണ് ബദ്രി പാടിയത്. അത് നമ്മളെല്ലാവരുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഭയങ്കര രസത്തിൽ തന്നെ പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. റിം ചേച്ചി? ബദ്രിക്കുട്ട ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സിംഗറാണ് ബദ്രി. എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതാണ് ഓർമ്മ വരുന്നത്. അത് വളരെ കറക്റ്റ്. അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം,
നടന്നുകൊണ്ട് പാടുമ്പോഴും ഇതെങ്ങനെ തെറ്റാണ്ട് പിച്ച് ഔട്ട് ആവാണ്ട് എങ്ങനെ പാടാൻ പറ്റി, അതിനൊരു കൈയടി കൊടുക്കാണ്ടിരിക്കാൻ അത് ശരിക്കും പറഞ്ഞാൽ രൂപേഷ് സാറാണ് എന്റേത്. കുന്നിന്റെ മേളിൽ നിന്ന് ഇറങ്ങിയും കയറി പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്, കാരണം നടന്നുകൊണ്ടൊക്കെ പാടി നോക്കണം എന്നാണ് പറഞ്ഞത്. അത് സമ്മതിച്ചു കേട്ടോ. ഒരു ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം ഇല്ലാണ്ട് പാടി. അപ്പൊ വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് ഇറങ്ങുക കയറുക ഒക്കെ ചെയ്തോ? ഒന്നും പടി ഇറങ്ങി പടി കയറി. ഓക്കെ, താങ്ക് യു റിമി ചേച്ചി. അപ്പൊ നമുക്കിനി മാർക്സ് അറിയാം. ഓക്കെ, ആ ഓർഡറിൽ തന്നെ നമുക്ക് പോവാം. ഹരിച്ചേട്ടാ. ബദ്രി, ഓ അപ്പൊ ഇന്ന് നല്ലൊരു പെർഫോമൻസ് തന്നതിന് ഐ എം ഗിവിംഗ് യു 8.5. സൂപ്പർ. ഷാനിക്ക. ഞാനും സെയിം മാർക്സ് ആണ്, 8.5 മാർക്ക്. ഓക്കെ, അപ്പൊ 8.5 കിട്ടി. ഇനി നമുക്ക് റിമി ചേച്ചിയുടെ മാർക്ക് വയ്ക്കാം. ചേച്ചി. അങ്ങനെ ഗസ്റ്റ് ആണെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ സെയിം മാർക്ക് കൊടുക്കണമെന്നൊന്നും ഇല്ലല്ലോ. എനിക്ക് ചെറിയൊരു എതിരഭിപ്രായം ഉണ്ട്. ഇവര് 8.5 അല്ലേ? ഞങ്ങൾ 8.5. ഓക്കെ, എന്റെ 8.5. അവൻ വിചാരിച്ചു ഇപ്പൊ 9 കിട്ടും. അവൻ വലിയ പ്രതീക്ഷയോടെ ഇങ്ങനെ നിൽക്കുക. ചേച്ചി എങ്ങനെയാണ് ഇത്ര മാർക്ക് കൊണ്ടുതരുന്നത്? ഒരു 9. നീ പ്രതീക്ഷിച്ച? ഉറപ്പല്ലേ? അവന്റെ മുഖം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വിളങ്ങുന്നത് കാണുമായിരുന്നു. ഓക്കെ ബദ്രി, 25.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അടുത്ത പാട്ട് ഞാൻ തരുന്നില്ല. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ബൈ. അപ്പൊ എന്തായാലും സെക്കൻഡ് കണ്ടസ്റ്റന്റ് ഞാൻ വിളിക്കാൻ പോവാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഓക്കെ, നമ്മുടെ കുസൃതി ചോദ്യങ്ങളുടെ ബ്രാൻഡ് അംബാസഡറിനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്, നമ്മുടെ സ്വന്തം ധ്രുവ മോൾ. ലെറ്റ്സ് വെൽക്കം ധ്രുവ. വാക്കുരുവികളെ വരൂ കുയിലുകളെ നല്ല മധുവിതുരാവുകളെ യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളേക. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കി മധുവിധുവാസന്തരാവിൽ പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടിയുണർത്താം. താരഹാരമണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുന്നു. ചുവടുവെച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ടു നേരാം ആശംസ. ചുവടുവെച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ടു നേരാം ആശംസ. ബബയോ ബബയോ തത്തയോ തത്തയോ ഹാപ്പി ഹാപ്പി ബി ഹാപ്പി ഹാപ്പി ചിക്കുമ്പ ചിക്കുമ്പ ചിക്കു ചിക്കുമ്പ. രാഗം മംഗളരാഗം രാഗത്തിലായിരം ഗാനം. ഗാനം സംഗമഗാനം ഗാനത്തിലായിരം വർണ്ണം. ഏഴല്ല നിറമതിനേഴല്ല 70 100 100 വർണ്ണമഴവില്ലുകൾ വിരിഞ്ഞൊരഴകാ. ചുവടുവെച്ചു പാടാം ആ ഗാനം മനസ്സുകൊണ്ടു നേരാം ആശംസ. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കി മധുവിധുവാസന്തരാവിൽ പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടിയുണർത്താം. തിങ്കിടുത്തക്കത്താം വയ്യ 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 വയ്യ
വെച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ടു നേരാം ആശംസ. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കി മധുവിധു വാസന്തരാവിൽ. പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടിയുണർത്താം. താരഹാരമണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുന്നു. ചുവടുവെച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ടു നേരാം ആശംസ. ചുവടുവെച്ചു പാടാം ശുഭരാത്രി മനസ്സുകൊണ്ടു നേരാം ആശംസ. കുയിലുകളേ വാവാ, ഇണക്കുരുവികളേ വാവാ, നല്ല മധുവിധുരാവുകളേ. യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളേകാം. Thank you. ധ്രുവമോൾ തകർത്തു മുത്തേ. Thank you. പൊളിച്ച്. അപ്പൊ നമുക്ക് എന്തായാലും ചോദിക്കാം, നമ്മുടെ കാര്യസ്ഥന്മാരോട് ആദ്യം ചോദിക്കാം എന്താണ് അല്ല അതില് പെർഫോം ചെയ്ത ആളല്ലേ, അതെ ആ, okay, അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. തുടങ്ങേണ്ടത്. പിന്നെ ആദ്യം ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഇതാണ് മോളെ, നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ, മൊത്തം നല്ല രസമാക്കി എല്ലാവരെയും സ്റ്റേജിലോട്ടൊക്കെ വിളിച്ച് പിള്ളേരെല്ലാവരും കൂടെ ഒന്ന് ഡാൻസ് ചെയ്ത് നല്ല രസമുള്ള, എപ്പോൾ പാടിയാലും ഒരു 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 സെലിബ്രേഷൻ മൂഡുള്ള ഒരു പാട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമായി. ഒട്ടുമിക്ക കല്യാണ വീടുകളിലും ഈ പാട്ട് ഈ പാട്ട് എപ്പോഴും ഉണ്ടാവും അല്ലെ, ഒരു സെലിബ്രേഷൻ മൂഡുള്ള ഒരു പാട്ട്. ഇനി അങ്ങോട്ടും ഈ പാട്ട് നമ്മൾ പാടിക്കൊണ്ടേയിരിക്കും. ഏത് കല്യാണ വീട്ടിലും ഏത് സെലിബ്രേഷൻ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെ. ഓക്കെ, താങ്ക് യു റിമി ചേച്ചി. ഷാനിക്ക. ധ്രുവക്കുട്ടി നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. നല്ല എനർജി ഉണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ ഫസ്റ്റ് ഹമ്മിങ് അതിന്റെ അവസാനം ഇങ്ങനെ അങ്ങ് പോയി ഹൈ. അതെന്താന്നറിയില്ല, ഇന്ന് രാവിലെ എന്റെ പോയിട്ട് തൊണ്ടയ്ക്ക് നല്ല സ്ക്രാച്ച് ഉണ്ടായിരുന്നു, വെള്ളിയും വീണുണ്ട്. ആണല്ലേ, അതാണ് എനിക്ക് തോന്നി. കാരണം സാധാരണ ധ്രുവ ഇവിടെ വന്നിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പിച്ചോട്ടോ കാര്യങ്ങളൊന്നും തരുന്ന ഒരാളല്ല. അപ്പം ഇന്ന് പക്ഷെ നമുക്ക് ചില അപകടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഹരി എന്നോട് പറഞ്ഞു, ഞാൻ ഓളത്തിൽ ഞാൻ ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും, രാഗത്തിൽ 1000 എന്നാണ് എഴുതിയിരിക്കുന്നത്, പാടിയത് രാഗത്തിൽ 1000 എന്നായിരുന്നു. അതെന്റെ അച്ഛൻ എഴുതിയപ്പോ തെറ്റിപ്പോയി. സാരമില്ല. അപ്പം അച്ഛൻ എഴുതിയപ്പോ തെറ്റിപ്പോയതാണ്. അതെ, അപ്പൊ ശരിക്കും രാഗത്തിൽ 1000 എന്നാണ്. 1000 എന്നാണ്. ഓക്കെ, ശരി. പിന്നെ കോറസ്, ഓ മക്കളെ നിങ്ങൾ പൊളിച്ച്. അപ്പം എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ സ്ക്രാച്ചും പരിപാടികളൊക്കെ അങ്ങ് കളയാം കേട്ടോ. ഇവിടെ സ്ക്രാച്ചിന് സ്ഥാനമില്ല. സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ എന്താ പൊളിക്കും. അതാണ് നമ്മുടെ ധ്രുവം. അടിപൊളി. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. നല്ല പെർഫോമൻസ് ആയിരുന്നു ധ്രുവ. താങ്ക് യു സർ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. തുടക്കത്തിലുള്ള ആ ഒരു സ്ട്രെയിനേ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് തോന്നി ഇന്ന് ഒരു പ്രാക്ടീസ് നടത്തിയപ്പോഴേ ഇച്ചിരി സ്ട്രെയിൻഡ് ആണെന്ന്. ഇറ്റ്സ് ഓക്കെ, ഇന്നത്തെ ഡേ അങ്ങനെയാണ്. ഇതിന് മുമ്പത്തെ പെർഫോമൻസസ് ഇതിലും ബെറ്റർ ആയിരുന്നു. പക്ഷേ ദിസ് വാസ് എ ഫാസ്റ്റ് സോങ് റൗണ്ട്. അപ്പം ബാക്കി റൗണ്ട്സ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് കോറസ് സിംഗേഴ്സ് പൊളിച്ചു. നിങ്ങളെല്ലാവരും ഒരു നല്ലൊരു വൈബ് ഇവിടെ ഉണ്ടാക്കി. ഓർക്കസ്ട്രയും എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും. അതുപോലെ മോളുടെ പേരൻസ് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് എൻജോയ് ആയിരുന്നു. അച്ഛൻ ഫുൾ ഓൺ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ് ധ്രുവ. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ധ്രുവ മോൾ ചേച്ചി, എന്തോ എത്ര മാർക്കാണ് ഞങ്ങളുടെ കൊച്ചിന് കൊടുക്കുന്നത്? ഇനി ഞാൻ ചക്കരക്കുട്ടിക്ക് തരുന്നത് 8 മാർക്കാണ്. താങ്ക് യു ചേച്ചി. ഷാനിക്ക. ധ്രുവ മോളെ 8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ സെയിം മാർക്കാണ് 8. താങ്ക് യു സർ. 24 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സ്ക്രാച്ച് ഉണ്ടായിട്ട് അത്രയും മാർക്ക് വാങ്ങിച്ചല്ലോ. പാർക്കുട്ടി, ഇന്ന് ഞാൻ ഫുള്ള് മാർക്ക് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു പറയാനൊരു കാരണമുണ്ട്. ഇന്ന് ഞാൻ ചോദിച്ചപ്പോഴേ പാട്ട് അപ്പൊ തന്നെ ഞാൻ പാടിയിട്ട് കുറെ നാളായി ഈ പാട്ട്. അപ്പൊ തന്നെ പാട്ട് ഓടിപ്പിച്ചെടുത്ത് കാരണമുണ്ട്. ഇന്ന് എനിക്ക് ഞാനൊന്ന് ധ്രുവക്കുട്ടിനെ സ്നേഹിച്ച് കൊല്ലും, അതിനൊരു കാരണമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ധ്രുവ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഇങ്ങോട്ട് ഓടി വരാവോ, എനിക്കൊരു ഉമ്മ തരാനാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ
ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ ധ്രുവ. കുഞ്ഞു പാവയ്ക്കിന്നല്ലോ നല്ല നാള് പിറന്നാള്, കുഞ്ഞു പാവയ്ക്കിന്നല്ലോ നല്ല നാള് പിറന്നാള്. അടിപൊളി. ഇനി നമുക്ക് ചെറിയൊരു മെലഡി കേൾക്കാം. ഓക്കെ, ഒരു സോൾഫുൾ മെലഡി. സോൾഫുൾ മെലഡി ആയിട്ട് പാടാൻ എത്തുന്നു നമ്മുടെ സ്വന്തം പാർവണക്കുട്ടി. ലെറ്റ്സ് വെൽക്കം പാർവണ. വീണ പാടും വീണമായി അകതാരിലൂറും വിരഹാർദ്രഗീതമേ. അപ്പൊ നമുക്ക് നേരെ ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഹരിചേട്ടാ, സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു സർ. ഇത് എന്ത് പാട്ടല്ലേ, ഒട്ടും സംഗതി ഇല്ലാത്തൊരു പാട്ട്. അതെ, ചെറിയ ചെറിയ സ്ലിപ്സ് വന്നു, പക്ഷെ ഇങ്ങനെ ഒരു പാട്ടൊക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പം ഇറ്റ്സ് ഓക്കെ. അതിൽ എനിക്ക് ഏറ്റവും ഇടനെഞ്ചിലേറിയോ എന്നുള്ളൊരു ഒരു ഒരു ലൈൻ പാടി. അതൊന്ന് നന്നായിട്ട് പാടണം രണ്ടാമത് പാടിക്കുമ്പം. അതിനാണ് എനിക്ക് ഒന്നുകൂടി കേൾക്കാൻ ഭയങ്കര ആഗ്രഹം. അത് പാടിയപ്പോ ഞങ്ങൾ എല്ലാരും കൂടെ അതെ. ഒന്ന് ഞെട്ടി. സൂപ്പർ സൂപ്പർ. അവിടെയാണ് ഏറ്റവും ഈ പാട്ടിൽ മോള് സ്കോർ ചെയ്തത്. ബാക്കിയൊക്കെ നന്നായിട്ട് പാടി, എന്നാലും ആ പോർഷൻ എത്തിയപ്പം ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി സിംഗിങ് ആയിരുന്നു. എനിവേസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു ഹരിചേട്ടാ. ഷാനിക്ക. പാർവണ ഓ പാർവണ ഭയങ്കര വേഴ്സറ്റൈൽ സിംഗറാണ് കേട്ടോ. താങ്ക് യു സർ. ഈ കൂടുതലും ഈ പറഞ്ഞ ഈ ലോ രജിസ്റ്ററിൽ പ്ലാൻസ് സംഗതികൾ വരുമ്പോഴാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്യണേ. ഇത് ഒരു ചെറിയ പാട്ടല്ല, ഇത് കുറച്ച് ടഫായിട്ടുള്ള ഒരു സോങ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഹാറ്റ്സ് ഓഫ്, വെരി നൈസ് സിംഗിങ്. അടുത്ത തവണയും ഇതുപോലെ ഗംഭീര പെർഫോമൻസ് ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി പാർവണ അല്ലേ? ഓ ഉഗ്രം പാട്ട്. ഇനി പാട്ടിനെ പറ്റി കൂടുതൽ പറയണ്ട. പക്ഷെ മോക്ക് വേണമെങ്കിൽ ഇച്ചിരി ഈസി ആക്കി വേണമെങ്കിൽ വലിയ അങ്ങ് ടെൻഷൻ ആവാതെ പാടായിരുന്നു. പക്ഷെ ആ കൊച്ച് കാരണം മത്സരത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷൻ ആവും. കാരണം ഓരോ ലൈൻ ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുകയാണല്ലോ. 3 ജഡ്ജസ് ഇങ്ങനെ ഇരിക്കുന്നു, മത്സരമാണ്, ബാക്കി പിള്ളേർ ഇരിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ഹെഡ്ഫോൺ വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. ആ ടെൻഷൻ വന്നാൽ നമുക്ക് പാടാൻ പറ്റത്തില്ല, സംഗതികളൊന്നും വരില്ല. അപ്പൊ ഇങ്ങനെ ഒരു വരി പോലും സംഗതി ഇല്ലാത്ത ഒരു പാട്ടുമായിട്ട് നല്ല പണിയാ. അത് വരുന്നുണ്ടല്ലോ തൊണ്ടയിൽ, ആ സമയത്ത് വരിയേല. അപ്പൊ ഇത്രയൊക്കെ പാടി ഒപ്പിച്ചതിന് ഭയങ്കര ദൈവത്തിന് നന്ദി പറയുക കേട്ടോ. വേറെ ഒന്നുമല്ല, ഏത് അമ്പലത്തിലാണോ നേർച്ചയിടാൻ പറ്റുക അവിടെ പോയി ശയന പ്രദക്ഷിണമോ എന്താന്ന് വെച്ചാ ചെയ്യുക. അത്രയും പറ്റിയില്ലേ അത് മാതം ചെയ്യുക കേട്ടാ. പോയിട്ട് വരിക. പറയാ ഹരിയേട്ട. ഞാൻ അങ്ങോട്ട് പറയാം. നയൻ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ ഷാനിക്ക. കുട്ടിക്ക് 9 മാർക്ക് തന്നേക്കണു. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. അവിടെ 9ഉം 9ഉം വന്ന സ്ഥിതിക്ക് നോ തരുന്നു. നോ ഹിന്ദിയിലാവട്ടെ. മനസ്സിലായി കാണില്ലല്ലേ? 9 തന്നെ. ഓക്കെ, അപ്പോ 27 മാർക്സ് ആണ് കിട്ടിയത്. കുട്ടിക്ക് സന്തോഷായോ? സന്തോഷായി. ഓക്കെ, എന്നാ തറവാട്ടിലേക്കാണ് പോയിക്കോളാം. ഓക്കെ.